ഹലോ ഹായ്. ഓരോ ദിവസവും കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് കോൺഫിഡൻസ്, ഇതല്ലേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് വേഗം ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദിവസങ്ങളെക്കുറിച്ചാണ്. ഇന്ന്, നാളെ, മറ്റന്നാൾ ഒക്കെ പറയാറില്ലേ നമ്മൾ മലയാളത്തിൽ. അപ്പോൾ അതിനെ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് പറയാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? മിനിഞ്ഞാന്ന് എന്നുള്ളതാണ് കേട്ടോ. മിനിഞ്ഞാന്ന് നമ്മൾ പറയാറില്ലേ, ഇന്നലല്ല കേട്ടോ, മിനിഞ്ഞാന്ന് ഞാൻ പോയായിരുന്നു, മിനിഞ്ഞാന്ന് ഞാൻ അത് ചെയ്തു, മിനിഞ്ഞാന്ന് ഞാൻ ബിരിയാണി അങ്ങനെയൊക്കെ പറയാറില്ലേ. അപ്പോൾ അതിന് മിനിഞ്ഞാന്ന് എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയുക? ഡേ ബിഫോർ യെസ്റ്റർഡേ. എന്താ പറയാ മിനിഞ്ഞാന്ന് എന്നുള്ളതിന്? ഡേ ബിഫോർ യെസ്റ്റർഡേ നമ്മൾ പറയാറുണ്ട് അല്ലേ, അങ്ങനെ. അപ്പോൾ നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ എന്താണ്? ഇന്നലെ. ഇന്നലെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയാം? മിനിഞ്ഞാന്നുള്ളതിന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, ഡേ ബിഫോർ യെസ്റ്റർഡേ. അപ്പോൾ ഇത് തന്നെ യെസ്റ്റർഡേ എന്നുണ്ട്, അപ്പോൾ അതങ്ങോട്ട് ഇവിടെ എഴുതിയാൽ മതി. ഇന്നലെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയുക? യെസ്റ്റർഡേ. യെസ്റ്റർഡേ സ്പെല്ലിംഗ് എന്താണ്? YESTERDAY. യെസ്റ്റർഡേ. അപ്പോൾ ഇന്ന് എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയുക? ഇന്ന് കേട്ടോ, ഇന്ന് വരാം, നാളെ അങ്ങനെയൊക്കെ പറയത്തില്ല. അപ്പോൾ ഇന്ന് എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയുക? ടുഡേ. TODAY, ടുഡേ. അപ്പോൾ നാളെ. നാളെ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് പറയുക? നാളെ വരാട്ടോ, നീ നാളെ വരുമോ എന്നൊക്കെ ചോദിക്കാറില്ലേ നമ്മൾ മലയാളത്തിൽ. അപ്പോൾ നാളെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ടുമാറോ. TOMORROW. എന്താ ടുമാറോയുടെ സ്പെല്ലിങ്? TOMORROW. നെക്സ്റ്റ് വൺ എന്താണ്? മറ്റന്നാൾ. നാളെ ഇല്ല കേട്ടോ, മറ്റന്നാൾ നമുക്ക് സിനിമയ്ക്ക് പോവാം, മറ്റന്നാൾ നമുക്ക് ഓഫീസിൽ പോവാം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ മറ്റന്നാൾ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ഡേ ആഫ്റ്റർ ടുമാറോ. കൂടാതെ ഓവർ മോറോ. ഡേ ആഫ്റ്റർ ടുമാറോ എന്നും പറയാം, പിന്നെ ഓവർ മോറോ എന്നും കൂടി പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാലാം നാൾ എന്നുള്ളതിന് എന്താ പറയുക? അതൊരു ചോദ്യമാണ്, അത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. See you soon. Bye.